Hi friends, welcome back to iPlus. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിസം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ നമ്മൾ അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലേക്ക് വരാം. ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതൊരു ടെമ്പററി മാഗ്നറ്റിസം ആണ് കാണിക്കുന്നുണ്ടായിരിക്കുക അല്ലേ? അതായത് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് മാഗ്നറ്റ് ആയി മാറുകയും ദെൻ ഇലക്ട്രിസിറ്റി അവിടെ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതായത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ എന്തിനു വേണ്ടിയിട്ട്, ഇലക്ട്രോ മാഗ്നറ്റിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ആദ്യം തന്നെ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിസം, അതായത് എങ്ങനെയാണ് അതിനകത്ത് മാഗ്നറ്റിസം ഡെവലപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിന്റെ മറ്റുള്ള പ്രോപ്പർട്ടീസ്, അതുപോലെ അതിൽ കുറെ ടേംസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാനുള്ളത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇപ്പൊ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യമാണത്. അതായത് ഇലക്ട്രിക് കറന്റിന്റെ കുറെ എഫക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഹീറ്റിംഗ് എഫക്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് എഫക്ട്, റേ എഫക്ട്, ലൈറ്റ് എഫക്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എഫക്റ്റുകൾ പഠിച്ചതാണ്. അതായത് ഒരു കറന്റ് കാരിയും കണ്ടക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു കറന്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാണ്, നമുക്കൊരു മാഗ്നറ്റിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതാണ് നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ളതാണ് മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമുക്ക് അറിയുന്നതാണ്, നമ്മൾ വീടുകളിൽ വർക്ക് ചെയ്യുന്ന ഫാന്, മോട്ടർ, ജനറേറ്റർ തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് ഈ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് വെച്ചിട്ടാണ് അല്ലെ? അപ്പൊ എന്താണ്, എല്ലാ കറന്റുകാരെയും കണ്ടക്ടറിലും, അതിപ്പോ ഒരു ഈവൻ നമ്മൾ അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്യണമെന്നൊന്നുമില്ല. മാഗ്നറ്റിക് എഫക്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹീറ്റിംഗ് എഫക്റ്റും ഈ മാഗ്നറ്റിക് എഫക്റ്റും ആണ് കേട്ടോ. ഇങ്ങനെ അതായത് ഇലക്ട്രിക് കറന്റിന്റെ കേസിൽ ഏത് കണ്ടക്ടറിലൂടെയും അവിടെ എന്ത് ചെയ്യാണ്, ഒരു ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഏത് കണ്ടക്ടറിലൂടെയും ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എൻറ്റയർ ലെങ്ത്തിൽ, ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ റൂം എടുത്ത് നിങ്ങളുടെ റൂമിൽ എന്ത് ചെയ്യേണ്ട, ഒരു ഫാൻ ഉണ്ട്, അല്ലെങ്കിൽ എ സി ഉണ്ട്, അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതാം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വയർ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതാം. ആ വയറിന്റെ ആ എക്സാക്ട് ലെങ്ത്, അതിന്റെ എൻറ്റയർ ലെങ്ത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന് ചുറ്റുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടാവും. അതായത് ഒരു കറന്റ് കാരിയും കണ്ടക്ടറില് അതിലൂടെ ഒരു കറന്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഈ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പാത്ത്, ഈ ഒരു ഇതേപോലെ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് എന്താണ് നമ്മൾ പറയാ, ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിട്ടായിരിക്കും അവിടെ ഉണ്ടാവുന്നുണ്ടാവുക, അല്ലെങ്കിൽ കോൺസെൻട്രിക് ലൈൻസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാവുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കണ്ടക്ടർ, ഇതേപോലെ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ചുറ്റുമായിട്ട് ഇതേപോലെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ നമ്മളൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യാണ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പെർഫെക്റ്റ് ഒരു സർക്കിൾ ആയിട്ട്, ആ ഒരു വയറിന് ചുറ്റുമായിട്ട് ഒരു പെർഫെക്റ്റ് സർക്കിൾ, അതായത് ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യാം, രൂപപ്പെടുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ കോൺസെൻട്രിക് ലൈൻസ് ആയിട്ടായിരിക്കും രൂപപ്പെടുന്നുണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അതിന്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ആ ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, നമ്മുടെ നോർത്ത് സൗത്ത് അല്ലെ, അതാണ് നമ്മൾ പൊളാരിറ്റി ആയിട്ട് പറയാറില്ല. അപ്പൊ ആ ഒരു ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻറ്റയർലി അതിന്റെ ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ ആ ഡയറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ കറന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ തുടങ്ങിയിട്ടുള്ള റൂൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട്, അതായത് കറന്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കറന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നുണ്ടാവുക. പിന്നെ ആ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഫീൽഡിന്റെ സ്ട്രെങ്ത്, അതായത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, നമ്മൾ ഇലക്ട്രിക് കറന്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിസം ഉണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, അതിന്റെ ലെങ്ത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ നമ്മൾ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കറന്റിന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. അതായത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കറന്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും അല്ലെ. കറന്റിന്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട്,
അതായത് അമ്പയർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചേഞ്ച് വരുന്നുണ്ടായിരിക്കും. എന്നാൽ ഡിസ്റ്റൻസിന് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കേസാണ്. ഡിസ്റ്റൻസിന് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമ്മൾ ഏത് കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു കോൺസെൻട്രിക് ലൈൻസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പറയാ. അതായത് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നുണ്ടാവുക. ഇനി ഫീൽഡിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതും കറന്റിനെ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതും കറന്റിനെ ആയിരിക്കും. പിന്നെ ഡിസ്റ്റൻസിനനുസരിച്ച് എന്ത് ചെയ്യാണ്, കുറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതിനാദ്യം നമ്മൾ ഉപയോഗിക്കുന്ന റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ഉണ്ടല്ലോ, ജസ്റ്റ് പെൻ ഒന്ന് കയ്യിൽ പിടിക്കുക. പെന്ന് കയ്യിൽ പിടിക്കുക എന്ന് പറയുമ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ പെന്നൊന്ന് കയ്യിൽ പിടിക്കുക. പെന്ന് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമ്മളെ തമ്പ് ഉണ്ടല്ലോ അല്ലെ, നമ്മൾ ആ തമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ ചിത്രം നിങ്ങൾക്ക് കാണാം, തമ്പ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഡയറക്ഷൻ ഓഫ് കറന്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. തമ്പ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡയറക്ഷൻ ഓഫ് കറന്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ദെൻ അവിടെ നമ്മുടെ ആ ഒരു കേർഡ് ഫിംഗർ ഉണ്ടല്ലോ, ആ ഒരു കേർഡ് ഫിംഗർ കാണിക്കുന്ന എന്താണ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും കേട്ടോ. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഡയറക്ഷൻ ഓഫ് കറന്റ് ആണെന്ന് പറയുന്നത് തമ്പ് കാണിക്കുന്നത്. ദെൻ നമ്മൾ ഇങ്ങനെ ചുറ്റി പിടിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺസെൻട്രിക് ആയിട്ട് ഇതേപോലത്തെ മാഗ്നറ്റിക് ഫീൽഡ് അല്ല ഉണ്ടാവും അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അവിടെ നമുക്ക് ആ ഒരു കേർഡ് ഫിംഗർ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നുണ്ടാവുക. ചിത്രം നോക്കിയേ, ഇവിടെ നിങ്ങൾ ഇതേപോലെ കൈ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ കറന്റ് പോകുന്നത് മേലേക്കാണ് കറന്റ് പോകുന്നുണ്ടാവും അല്ലെ. ഇതിനകത്ത് മേലേക്കാണ് കറന്റ് പോകുന്നത്. ഇതേ ഒരു ഡയറക്ഷൻ ആണ് എന്ത് ചെയ്യുക, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടാവും അല്ലെ. ഇതാണ് ഇപ്പൊ നമുക്ക് ആ ഒരു കൈയും ഇതും ഒരുപോലെയാണ് നിൽക്കുന്നത്. ഇനി കൈയും നേരെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കറന്റ് താഴേക്കാണ്, തമ്പ് താഴേക്കാണ് വരുന്നുണ്ടാവുക. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, കാരണം നമ്മളെ കേർഡ് ഫിംഗർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആ ഒരു നേരെ തിരിച്ചായിരിക്കും വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്, നമ്മളൊരു കറന്റ് കാര്യം കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്. ദെൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഡയറക്ഷൻ പറയുമ്പോൾ തമ്പ് എന്ന് എടുക്കുന്നത് നമ്മൾ കറന്റിന്റെ ഡയറക്ഷൻ ആയിട്ടും, ദെൻ കേർഡ് ഫിംഗേഴ്സ് നമ്മൾ എടുക്കാറുള്ളത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അത് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിൽ വരുന്ന രീതിയിലായിരിക്കും എടുക്കാറുള്ളത് കേട്ടോ. ഇനി റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളും പറയാറുണ്ട്. അതും ഇതേപോലെ തന്നെയാണ് വരുന്നത്. സോളിനോയിഡിനകത്ത് വരുമ്പോൾ മാത്രമാണ് ചേഞ്ചസ് ഉള്ളത്, ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. നെക്സ്റ്റ് മാക്സ്വെൽ സ്ക്രൂ റൂൾ ആണ്. ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു കറന്റ് കാര്യം കണ്ടക്ടറിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സ്വെൽ കോർക്ക് സ്ക്രൂ റൂൾ യൂസ് ചെയ്യാറുള്ളത്. അതായത് ഒരു കോർക്ക് സ്ക്രൂ നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റൈറ്റ് ഹാൻഡഡ് കോർക്ക് സ്ക്രൂ യൂസ് ചെയ്യാണ്. ഈ റൈറ്റ് ഹാൻഡഡ് കോർക്ക് സ്ക്രൂ യൂസ് ചെയ്യുന്ന സമയത്ത് ആ കോർക്ക് സ്ക്രൂവിന് എങ്ങോട്ടാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്, അതായത് ഇപ്പൊ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ഒരു ഡയറക്ഷൻ മൂവ് ചെയ്യുന്നുണ്ടാവും, ആൻഡ് ലൂസ് ചെയ്യുന്ന സമയത്ത് സ്ക്രൂ മറ്റൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇത് എങ്ങനെ തിരിക്കുമ്പോഴാണ് സ്ക്രൂ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ ആണ്, കോർക്ക് സ്ക്രൂ ആണ് എടുക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ തിരിക്കുമ്പോഴാണ് സ്ക്രൂ എന്ത് ചെയ്യുന്നത്, താഴേക്ക് മൂവ് ചെയ്യുന്നത്, ആൻഡ് എങ്ങനെ തിരിക്കുമ്പോഴാണ് സ്ക്രൂ എന്ത് ചെയ്യുന്നത്, മേലേക്ക് ലൂസ് ആയിട്ട് പോരുന്നത് അല്ലെ. ഇതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാക്സ്വെൽ കോർക്ക് സ്ക്രൂ റൂൾ പറയുന്നത് കേട്ടോ. അതായത് സ്ക്രൂവിന്റെ ആ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ക്രൂ താഴേക്കാണോ മേലേക്കാണോ ഉണ്ടാവുന്ന ആ ഒരു മൂവ്മെന്റ് സാധാരണയായിട്ട് നമ്മൾ കറന്റിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഡയറക്ഷൻ ഓഫ് കറന്റ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ ആ ഒരു ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ആ ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് എന്താണ്, സ്ക്രൂ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ പറയുന്നത് കേട്ടോ. അപ്പൊ റൈറ്റ് ഹാൻഡഡ് കോർക്ക് സ്ക്രൂ എന്താണ്, ഇലക്ട്രിക്കൽ കറന്റ് ഫ്ലോക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ദെൻ ആ ഒരു കോർക്ക് സ്ക്രൂ എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ മാക്സ്വെൽ കോർക്ക് സ്ക്രൂ റൂൾ പറയുന്നത് ആൻഡ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് കേട്ടോ. രണ്ടും മനസ്സിലാക്കി വെക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് റൂൾ യൂസ് ചെയ്യുന്നത്. അവിടെ എന്താണ് നമ്മളെ തമ്പ് എന്ന് പറയുന്നത് കറന്റിന്റെ ഡയറക്ഷനും ആൻഡ് കേർഡ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും. ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ക്രൂവിന്റെ താഴേക്കുള്ള മേലേക്കുള്ള മൂവ്മെന്റ് എന്താണ്, ഡയറക്ഷൻ ഓഫ് കറന്റും, സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ
ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഇനി ഒരു സോളിനോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഒരു കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടക്ടറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുള്ള ഒരു കോറ്, ഇതേപോലത്തെ ഒരു കോറ്, ആ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മളെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള സോഫ്റ്റ് അയൺ മെറ്റീരിയൽസ്, അതായത് നമ്മളെ അയൺ മെറ്റീരിയൽസ് ആണ് നമ്മൾ കോർ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക. കോർ നമുക്ക് മറ്റേ അയൺ മാത്രമാണെന്നില്ല, എയർ കോട്ട് ആക്കിയിട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് കോർ എന്ന് പറയുന്നത് ഞാൻ ഒരു അയൺ പീസ് ആണ് എടുത്തിട്ടുള്ളത്. അയൺ പീസ് എടുത്തു, ഒരു അയൺ പീസ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഇതിനകത്ത് വൈൻഡിങ്സ് എന്ത് ചെയ്തു, ചുറ്റിയെടുത്തു അല്ലെ. വൈൻഡിങ്സ് ചുറ്റിയെടുത്തു. ഞാൻ ഇതിലൊരു കറന്റ് കൊടുത്തു, ഒരു I ആംപിയർ കറന്റ് എന്ത് ചെയ്തു, അതിലൂടെ ഫ്ലോ ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഫ്ലോ ചെയ്യിപ്പിച്ചാൽ കഴിഞ്ഞാൽ ആ ഒരു കറന്റിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള ഈ കോർ എന്ന് പറയുന്നത് മാഗ്നറ്റൈസ് ചെയ്യും. കോർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റൈസ് ചെയ്യും. കോർ മാഗ്നറ്റൈസ് ചെയ്തിട്ട് അതിനൊരു പൊളാരിറ്റി ഉണ്ടാവും. പൊളാരിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നോർത്ത് പൊളാരിറ്റി ആയിട്ടും ഇത് സൗത്ത് പൊളാരിറ്റി ആയിട്ടും, അല്ലെങ്കിൽ നോർത്ത് സൗത്ത് അങ്ങോട്ടും അങ്ങോട്ടും മാറിയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളിനോയിഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ടൈറ്റ്ലി വൗണ്ട് ആയിട്ടുള്ള ഹെലിക്കൽ കോയിൽസ്, അതിന്റെ ലെങ്ത് എന്താണ്, അതിന്റെ ഡയമീറ്ററിനേക്കാൾ കൂടുതലായിട്ടുള്ള ലെങ്ത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡയമീറ്റർ ആയിട്ടുള്ള ഒരു ഹെലിക്കൽ അല്ലെങ്കിൽ ടൈറ്റ്ലി വൗണ്ടഡ് ആയിട്ടുള്ള ഹെലിക്കൽ കോയിൽസ് നമ്മൾ എന്ത് ചെയ്യാണ്, അതൊരു കോർ അല്ലെങ്കിൽ നമുക്കൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ മേലെ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോളിനോയിഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചുറ്റിയെടുത്ത് നമ്മൾ അതിലേക്ക് കറന്റ് കടത്തി വിടുന്ന സമയത്ത് അതൊരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു. അതായത് അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് പോൾസ് അവിടെ ഉണ്ടാവുന്നു, നോർത്ത് സൗത്ത് പോൾസ് ഉണ്ടാവുന്നു. ദെൻ അതെന്താണ്, ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സോളിനോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. സാധാരണയായിട്ട് സോളിനോയിഡ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കോപ്പർ എടുത്തിട്ട്, ഒരു കോപ്പർ വൈൻഡിങ്സ്, ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വൈൻഡിങ്സ് എടുത്തിട്ട് അത് നമ്മളൊരു അയണിന്റെ മേലെ ഇങ്ങനെ ചുറ്റുക അല്ലെ, ഇരുമ്പിന്റെ, ഇപ്പൊ നമ്മൾ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവർ അങ്ങനെ എന്ത് സാധനങ്ങളോ നിങ്ങൾക്ക് അങ്ങനെ ചുറ്റി എടുത്തിട്ട് നിങ്ങൾ അതിന് എന്ത് ചെയ്യാണ്, ഇലക്ട്രിസിറ്റി കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ അത് മാഗ്നറ്റ് ആയിട്ട് മാറും. പക്ഷെ നമ്മളവിടെ ഉപയോഗിക്കുന്ന വൈൻഡിങ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് എഫക്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനൊരു വൈൻഡിങ്സിന്റെ എണ്ണത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മാഗ്നറ്റിസം ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കറന്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അല്ലെ. ഇനി ഇവിടെ കറന്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ്, നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ ആ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. കാരണം കറന്റ് കാര്യം കണ്ടക്ടറിൽ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നുണ്ടാവുള്ളൂ. കറന്റ് അവിടെ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാതെയാവും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ആ ഒരു ഇതെന്തായിട്ട് വീണ്ടും ഒരു അയൺ ബാർ തന്നെയായിട്ട് മാറും അല്ലെ, അല്ലെങ്കിൽ അയൺ റോഡ് തന്നെയായിട്ട് മാറുന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അയൺ റോഡിൽ ചുറ്റിയെടുക്കുന്ന സമയത്ത് ആ അയൺ റോഡ് ആണ് എന്ത് ചെയ്യുക, മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ടാവുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, സോളിനോയിഡ് എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ ഈ സോളിനോയിഡ് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോർത്ത് ആൻഡ് സൗത്ത് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് അല്ലെ, ഇതേപോലെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടാവും അല്ലെ. ഇത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റർസെക്ട് ചെയ്യാതെ ഇതേപോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടാവുക. ദെൻ അതിനുള്ളിലും ഉണ്ടാവല്ലോ, സൗത്ത് ടു നോർത്ത് ഉള്ളിലും ഉണ്ടാവും അല്ലെ. ഉള്ളിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇൻസൈഡ് ദ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും നമുക്ക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇപ്പൊ ചിത്രത്തിൽ കാണുന്ന പോലെ ഇൻസൈഡ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുമാണ് ഉണ്ടാവുക അല്ലെ, പാരലൽ ആയിട്ടും സ്ട്രൈറ്റ് ആയിട്ടുമാണ് ഉണ്ടാവുക. സോളിനോയിഡിന്റെ ഉള്ളിലൂടെയുള്ള ഇൻസൈഡിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടും അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുമാണ് ഉണ്ടാവുക. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു യൂണിഫോം ഫീൽഡ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അവിടെ ഒരു യൂണിഫോം ഫീൽഡ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ പുറത്ത് യൂണിഫോം ഫീൽഡ് ആവണം എന്നില്ല, കാരണം അവിടെ നോൺ യൂണിഫോം ഫീൽഡ് ആവും. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ലെങ്ത്തിനനുസരിച്ചൊക്കെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ചൊക്കെ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വരുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് നമ്മൾ സോളിനോയിഡ് നിർമ്മിക്കുന്നുണ്ടാവും. സോളിനോയിഡ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പൊ സോളിനോയിഡ് എന്താണെന്നുള്ളത് ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഈ സോളിനോയിഡിന്റെ പൊളാരിറ്റി നമുക്ക് എങ്ങനെ പറയാം, അതായത് സോളിനോയിഡിൽ ഉണ്ടാകുന്ന ഈ നോർത്ത് സൗത്ത് ഡയറക്ഷൻ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ്. അവിടെ വീണ്ടും നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇതിനകത്തും നമ്മൾ തമ്പും കേർഡ് ഫിംഗേഴ്സും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു മാറ്റമുണ്ട്, സോളിനോയിഡിലേക്ക് വരുമ്പോൾ അതിന്റെ പൊളാരിറ്റി പറയാൻ വേണ്ടി നമ്മൾ സോളിനോയിഡിലേക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള കേർഡ് ഫിംഗേഴ്സ് കണ്ടോ, ആ ഒരു കേർഡ് ആയിട്ടുള്ള ബാക്കി, അതായത് തമ്പ് ഒഴികെയുള്ള ബാക്കി 4 ഫിംഗേഴ്സും
ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിലെ നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇങ്ങനെയാണല്ലോ കേർഡ് ഫിംഗേഴ്സ് വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ അടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറന്റിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പൊ കേർഡ് ഫിംഗേഴ്സ് എന്തായിരിക്കും? കറന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അങ്ങനെ കേർഡ് ഫിംഗേഴ്സ് കറന്റിന്റെ ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ തമ്പ് കാണിക്കുന്നത് നമ്മുടെ പൊളാരിറ്റി ആയിരിക്കും. അതായത് തമ്പ് കാണിക്കുന്നത് പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് പൊളാരിറ്റി ആയിരിക്കും കാണിക്കുന്നുണ്ടാവും കേട്ടോ. അതായത് തമ്പ് കാണിക്കുന്നത് എന്തിനായിരിക്കും? നോർത്ത് സൈഡിനെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇതേപോലത്തെ ഒരു സോളിനോയിഡ് നിങ്ങൾ ഒരു അയൺ പീസ് എടുത്തിട്ട് അതിൽ വൈൻഡിങ്സ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന സമയത്ത് അതിലുള്ള ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷനിൽ നമ്മളെ കേർഡ് ഫിംഗേഴ്സ്, അതായത് നമ്മൾ ബാക്കി 4 ഫിംഗേഴ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡിൽ ബാക്കി തമ്പ് കാണിക്കുന്നത് എന്തായിരിക്കും? തമ്പ് കാണിക്കുന്ന ഡയറക്ഷൻ ആയിരിക്കും. അതായത് തമ്പ് എങ്ങോട്ടാണോ ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഭാഗമായിരിക്കും നമുക്ക് നോർത്ത് പോള് വരുന്നുണ്ടാവും കേട്ടോ. ആ ഭാഗമായിരിക്കും നോർത്ത് പോൾ വരുന്നുണ്ടാവും. ഓപ്പോസിറ്റ് എന്തായിരിക്കും? സൗത്ത് പോൾ ആണ് വരുന്നുണ്ടാവും അല്ലെ. അപ്പോൾ കേർഡ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ ബാക്കി 4 ഫിംഗേഴ്സ് എന്ന് പറയുന്നത് wrap around the coil the direction of current അല്ലെ. കറന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് മാറ്റമുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവിടെ നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ അല്ലായിരുന്നു. എന്തിന്റെ ഡയറക്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് points towards the north pole of the magnetic field ആണ് അല്ലെ. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നോർത്ത് പോളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോർത്ത് പോളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. കേൾഡ് ഫിംഗറും തമ്പും ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഓൾറെഡി ഫീൽഡ് ലൈൻസ് പഠിച്ചതാണ്. നമുക്ക് അടുത്തതായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ മാഗ്നറ്റ് ഉള്ളതൊക്കെയാണ്, പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിലാക്കുമ്പോൾ നമ്മൾ എന്താണ് അതൊരു കമ്പാരിസണിലൂടെ നമുക്ക് പഠിച്ചു കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റിയിൽ പറയുന്ന പോലെ കുറച്ച് ടേംസ് ഉണ്ടായിരിക്കും. ഈ ടേംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. അപ്പൊ നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കുറച്ച് ടേംസ് തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് എടുത്ത് അതിന് അനലോഗ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റ് ആണ് അത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അല്ലെ. നോർത്ത് ടു സൗത്ത് പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർഫസിലൂടെ ടോട്ടൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇലക്ട്രിക് കറന്റിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? നെറ്റ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇലക്ട്രോൺസിന്റെ നെറ്റ് മൂവ്മെന്റ് ആണ് അവിടെ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം, നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? അതായത് ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ടോട്ടൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കാറുള്ളത്. ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. അതാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം പറയാം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറന്റിന്റെ അനലോഗ്സ് ആയിട്ട് വരുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. എല്ലാ പോയിന്റും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന കേട്ടോ. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഏരിയ, അതിനാണ് അല്ലെങ്കിൽ ആ ഒരു സർഫസ്, അതിനാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞപ്പോൾ ഇലക്ട്രിക് കറന്റിനെ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. ഇലക്ട്രിക് കറന്റിന് അനലോഗ്സ് ആയിട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന ടേം ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിലെ ഇലക്ട്രിക് കറന്റിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന ഒരു വേർഡാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു വെബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁴ മാക്സ്വെൽസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് വരുന്നുണ്ടാവും കേട്ടോ. അതായത് നമ്മളിപ്പോ നേരത്തെ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണമാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു വെബർ എന്ന് പറയുന്നത് 10⁸ മാക്സ്വെൽസ് എന്നാണ് പറയാ. അല്ലാന്നുണ്ടെങ്കിൽ 10⁸ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഒരു വെബർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിയാം 10⁸ എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു വാല്യൂ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഈ വെബർ പറയാം, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് പറയുമ്പോൾ നമുക്ക് വെബർ എന്ന് പറയുന്ന വലിയ വാല്യൂ നമുക്ക് കിട്ടാറില്ല. അത് മൈക്രോ വെബർ അല്ലെങ്കിൽ മില്ലി വെബർ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഈ മാഗ്നറ്റിക് ഫ്ലക്സ് പറയാറുള്ളത്. അപ്പൊ അത് നമ്മൾ ഒരു മൈക്രോ വെബർ എന്ന് പറയുന്നത് 10⁻⁻⁶ വെബർ ആണ് കേട്ടോ. ഒരു മൈക്രോ വെബർ എന്ന് പറയുന്നത് 10⁻⁻⁶ വെബർ ആണ്. അതേപോലെ തന്നെ ഒരു മില്ലി വെബർ എന്ന് പറയുന്നത് 10⁻⁻³ വെബർ ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഒരു വെബർ എന്ന് പറയുന്നത് 10⁸ മാക്സ്വെൽസ് അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് വരുന്നുണ്ടാവുക. പക്ഷെ അവിടെ എന്താണ്, അത് വലിയൊരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ചെറിയ വാല്യൂസ് ആണ് യൂസ് ചെയ്യാറുള്ളത്, പ്രാക്ടിക്കലി യൂസ് ചെയ്യാറുള്ളത്. ഒരു മൈക്രോ വെബർ അല്ലെങ്കിൽ മില്ലി വെബർ ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു മൈക്രോ വെബർ എന്ന് പറയുന്നത്
10⁻⁶ വെബറും അതേപോലെ തന്നെ ഒരു മില്ലി വെബർ എന്ന് പറയുന്നത് 10⁻³ വെബറുമാണ് വരാറുള്ളത്. വെബറിന്റെ യൂണിറ്റ് പഠിച്ചു വെക്കുക, എന്തിന് സിമിലർ ആണെന്ന് പഠിച്ചു വെക്കുക, എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഉണ്ടാവുക എന്ന് പഠിച്ചു വെക്കുക, അതേപോലെ തന്നെ അതിന്റെ യൂണിറ്റ് കൺവേർഷൻ എന്ത് ചെയ്യുക നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പൊ മാഗ്നറ്റിക് സർക്യൂട്ട് നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് സർക്യൂട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ കറണ്ട് ഒക്കെ പറയാറുള്ളത്. പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഫ്ലക്സ് പറഞ്ഞിട്ടായിരുന്നു. കാരണം ഫ്ലക്സിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിനകത്ത് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അതായത് ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. ആ ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ക്ലോസ്ഡ് പാത്ത് ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സർക്യൂട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ചിത്രത്തിൽ കാണിച്ച പോലെ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, അതൊരു അതാണ് അല്ലെ, ഒരു ക്ലോസ്ഡ് പാത്ത് ആയിട്ട് അതിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണല്ലോ, ആ ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ അത് യൂഷ്വലി നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു ഹൈ പെർമിയബിലിറ്റി കോറിലായിരിക്കും. പെർമിയബിലിറ്റി ഉള്ള ഒരു ഹൈ പെർമിയബിൾ ആയിട്ടുള്ള കോറിലായിരിക്കും എന്ത് ചെയ്യുക യൂഷ്വലി അത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ ഇതാണ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അതിലൂടെ കടന്നു പോകുന്ന എന്താണ്, അത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകാൻ വേണ്ടിയിട്ട്, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ടേം നമ്മൾ പഠിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ MMF മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ അലോ ചെയ്യുന്നുണ്ടാവുക. ആ ടേം ആണ് നമ്മൾ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് MMF എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ MMF is the effort required to produce magnetic flux അല്ലെങ്കിൽ produce magnetic lines of force in a magnetic circuit. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടില് മാഗ്നറ്റിക് ഫ്ലക്സിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു എഫേർട്ടിനെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, MMF എന്ന് വിളിക്കുന്നത് അല്ലെ, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് നമ്മളിപ്പോ ഇലക്ട്രിക്കലി പറയുമ്പോൾ ഇലക്ട്രിക്കലിനും ആ ഒരു ഇലക്ട്രിക് കറന്റ് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനമാണ് EMF എന്ന് പറയുന്നത് അല്ലെ. കണ്ടക്ടർ ഉണ്ടായത് മാത്രം കാരണമല്ല, EMF ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഇലക്ട്രിസിറ്റി മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ EMFന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യാണ്, അത് നിലനിർത്തുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് EMF കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാണ്, സാധാരണയായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തില് അതായത് ഇലക്ട്രിക് സർക്യൂട്ടില് EMFന് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിന് അനലോഗ്സ് ആയിട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ട് വരുന്ന ഒരു ടേം ആണ് നമ്മുടെ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന മാഗ്നറ്റിക് സർക്യൂട്ടിലെ ടേം MMF എന്ന് പറയുന്നത് കേട്ടോ. ഇനി MMF എങ്ങനെ ഉണ്ടാവുക, നമ്മളിപ്പോ ഇത് ഈ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് എടുത്തു. ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൽ നിങ്ങൾ ഇവിടെ ഒരു പ്ലസ് മൈനസ് അല്ലെങ്കിൽ ഒരു AC സപ്ലൈ കൊടുക്കുകയാണ് അല്ലെ, ഒരു ഫേസ് ന്യൂട്രൽ AC സപ്ലൈ കൊടുക്കുകയാണ്. AC സപ്ലൈ കൊടുത്ത് ഇവിടെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വൈൻഡിങ് ആണ് അല്ലെ, നമ്മളൊരു അയൺ കോർ ആണ് അവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അയൺ കോർ ആണ് എടുത്തിട്ടുള്ളത്. കോർ എന്ന് പറഞ്ഞാൽ നീല കളർ കാണുന്നത് അതാണ് നമ്മൾ കോർ എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ ആ ഒരു സോളിനോഡിന്റെ കേസിൽ ആ കോർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ജസ്റ്റ് എവിടെയാണ് വൈൻഡ് ചെയ്തെടുക്കുന്നത് അതിനാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. അപ്പൊ അയൺ കോർ ആണ് എടുത്തിട്ടുള്ളത്. അയൺ കോറിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വൈൻഡിങ്സ് നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ദെൻ ഇതിലൂടെ നമ്മൾ ഒരു കറന്റ് കടത്തി വിടുകയാണ്, I എന്ന് പറയുന്ന കറന്റ് കടത്തി വിടുകയാണ്. ഇങ്ങനെ കറന്റ് കടത്തി വിടുന്ന സമയത്ത് ആ കറന്റിനനുസരിച്ചിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ആ ഒരു ബ്ലൂ ലൈൻസിലായിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ, ബ്ലൂ ലൈൻസിലായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള എന്താണ്, ഇതിലൂടെ പോകുന്ന കറന്റും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറന്റിനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ MMFന് കാരണമായിട്ടുള്ള എന്താണ്, ഒന്നാമത്തെ കാര്യം അതിലൂടെ കടത്തിവിടുന്ന കറന്റ് ആണ് അല്ലെ. കറന്റ് മാത്രമല്ല ആ ഒരു ഓരോ വൈൻഡിങ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ടേൺസിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് MMF എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ടേൺസിനെയും കറന്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. അതായത് നമ്മുടെ ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ പറയാം എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറന്റിനെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. കറന്റിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വരുന്നുണ്ടാവുക. അപ്പൊ അതിനൊരു കാര്യമാണ് പറയുന്നത് MMF എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറന്റ് ആണ് വരുന്നുണ്ടാവുക. ഇനി കറന്റിന്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ ആണ്. നമ്പർ ഓഫ് ടേൺസിന്റെ യൂണിറ്റ് എന്താണ് വരിക, T എന്ന് തന്നെയാണ് എടുക്കുക കേട്ടോ. ടേൺസ് എന്നുള്ള രീതി തന്നെയാണ് എടുക്കുക. അത് ശരിക്കും നമുക്ക് പറഞ്ഞ ടേൺസ് എന്ന് പറയുന്ന നമ്പർ ആണ്. അപ്പൊ ആ നമ്പറും കൂടി ഇതിനെ കൂടെ കൺസിഡർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആംബിയർ ടേൺസ് എന്ന് പറയുന്നതാണ് നമ്മുടെ MMFന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. MMFന്റെ SI യൂണിറ്റ് എന്താണ്, ആംബിയർ ടേൺസ് എന്ന് പറയുന്നതാണ് MMFന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, MMF is analogs to EMF അല്ലെങ്കിൽ വോൾട്ടേജിന് സിമിലർ ആയിട്ട് വരുന്ന ടേം ആണ് എന്നുള്ള മനസ്സിലാക്കി വെക്കുക. അപ്പൊ MMF കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറന്റ് എന്നാണ് വരുന്നുണ്ടാവുക.
അതിന്റെ SI യൂണിറ്റ് ആയിട്ട് പറയുന്നത് ആംബിയർ ടേൺസ് ആണ് കേട്ടോ. ആംബിയർ ടേൺസ് ആണ് SI യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള ടേം ആണ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് നമ്മളിപ്പോ പറയുന്നതാണ് അല്ലെ. അതായത് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു മാഗ്നറ്റിക് സർക്യൂട്ട് കൺസിഡർ ചെയ്തു. ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് കൺസിഡർ ചെയ്തു. ആ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യാണ്. ഒരു നോർമലി ഒരു സർഫസ് നോർമൽ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇങ്ങനെ നോർമൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഏരിയയിലൂടെ എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എല്ലാ ഫ്ലക്സും പാസ് ചെയ്യണമെന്നില്ല. അപ്പൊ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് ലൈൻസ് ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിനെ എല്ലാം നമുക്ക് എന്ത് പറയാം, അവിടുത്തെ ഫ്ലക്സ് ആണെന്ന് പറയാം അല്ലെ. പക്ഷേ ഈ ഫ്ലക്സ് എല്ലാം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ കടന്നു പോകണമെന്നില്ല. എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ ഇതാണ് നോർത്ത് സൗത്ത് മാഗ്നറ്റ് എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഫീൽഡ് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, വരുന്നുണ്ടെന്ന് വരുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം ഫ്ലക്സ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എല്ലാം നമുക്ക് ഫ്ലക്സ് എന്ന് പറയാം. ഞാൻ ഈ സർഫസ് കൊടുത്തിട്ടുള്ള ഇവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്ലക്സും അതിലൂടെ കടന്നു പോകുന്നുണ്ടാവോ, ഇല്ല. അപ്പൊ അവിടെ നമുക്ക് ടോട്ടലി ഒരു ഫ്ലക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, ആ ഫ്ലക്സ് എത്രത്തോളം ഫ്ലക്സ് ആ ഏരിയയിലൂടെ കടന്നു പോകുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആ ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് ഡിവൈഡ് ബൈ ആ ഏരിയ അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡിവൈഡ് ബൈ ആ ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സ് ആ ഒരു ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് അതിന് ഫ്ലക്സ് എന്ന് വിളിക്കാം, ഡിവൈഡ് ബൈ ഏരിയ എന്ന് എടുക്കാം. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B is equal to ഫ്ലക്സ് പെർ ഏരിയ ആയിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B is equal to ഫ്ലക്സ് പെർ ഏരിയ, ആ ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ഡിവൈഡ് ബൈ ആ ഏരിയ എത്രയാണ് എന്നുള്ളതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഫ്ലക്സിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, വെബർ ആണ് അല്ലെ. വെബർ ആണ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ. പക്ഷെ അത് നമ്മളൊരു സയന്റിസ്റ്റിനെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അതിനൊരു പേര് ഇട്ടിട്ടുണ്ട്, ടെസ്ല എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ രണ്ടും ഓർത്ത് വെക്കണം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മറ്റൊരു യൂണിറ്റ് ആയിട്ട് പറയാം, ടെസ്ല എന്നായിരിക്കും കേട്ടോ. ടെസ്ല എന്നാണ് യൂണിറ്റ് ആയിട്ട് പറയാറില്ല. അപ്പൊ ആ ഒരു ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ലയാണ് വരുന്നുണ്ടാവും അല്ലെ. ഇനി ആ ഒരു ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ച് നമുക്കൊരു ഇക്വേഷൻ നമുക്കിപ്പോൾ പറഞ്ഞല്ലോ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഒരു ഇക്വേഷൻ BA എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഫ്ലക്സ് പറയുമ്പോൾ അങ്ങനെ പറയാറില്ല. കാരണം ഫ്ലക്സ് ഞാൻ പറഞ്ഞല്ലോ, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടോട്ടലി കൺസിഡർ ചെയ്തിട്ടല്ലേ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അതിനൊരു ചെറിയ ചേഞ്ചസ് വരുത്താറുണ്ട്. അതായത് ആ ഒരു ഏരിയ എങ്ങനെയാണോ പ്ലേസ് ചെയ്തത് അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് നമ്മൾ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA cos θ. ജസ്റ്റ് ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. cos θ എന്ന് പറയുന്നത് അവിടെ നോർമൽ ആംഗിൾ ആയിട്ടാണ് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി, അവിടെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ജസ്റ്റ് ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇതാണ് എന്നുള്ള ഓർത്ത് വെക്കുക. ചിലപ്പോൾ BA മാത്രമേ നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലും ശരിയാണ്, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. പക്ഷെ നമ്മൾ ആ ഒരു സർഫസ് എങ്ങനെയാണ് കിടക്കുന്നത്, അതിന്റെ ആംഗിൾ എങ്ങനെയാണെന്നുള്ളതിനൊക്കെ അനുസരിച്ച് നമുക്ക് അത് ചേഞ്ച് വരുന്നുള്ളതുകൊണ്ടാണ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA cos θ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA cos θ ആണ് വരുന്നുണ്ടാവുക. ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഫ്ലക്സ് പെർ ഏരിയ എന്നാണ് വരുന്നത്. അതിന്റെ യൂണിറ്റ് ടെസ്ലയാണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ടേം ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, opposes the passage of magnetic flux. opposes the passage of magnetic flux. അപ്പോ റിലക്റ്റൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിനെ, ഒരു മാഗ്നറ്റിക് സർക്യൂട്ടില് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. അപ്പോ നമ്മൾ പഠിച്ചാണ് ഇലക്ട്രിക് സർക്യൂട്ടില് ഇലക്ട്രിക് കറന്റിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രിക് സർക്യൂട്ടില് ഇലക്ട്രിക് കറന്റിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്ററിന് സിമിലർ ആയിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന ടേം ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി. ദെൻ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു, രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, V/I അല്ലെ. R ഈസ് ഈക്വൽ ടു V/I, ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ. ഇത് നെക്സ്റ്റ് മാഗ്നറ്റിക് സർക്യൂട്ടിലേക്ക് എടുത്ത് നോക്കിയേ. R ഈസ് ഈക്വൽ ടു V/I എന്ന് പറയുന്നതിന് പകരം റിലക്റ്റൻസിനെ S ആണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. റിലക്റ്റൻസ് S ഈസ് ഈക്വൽ ടു, ഇവിടെ V അല്ലേ, V എന്ന് പറഞ്ഞാൽ എന്താണ്,
EMF അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് അല്ലെ. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് വിളിക്കാം? MMF എന്ന് വിളിക്കാം അല്ലെ. MMF ഡിവൈഡ് ബൈ കറന്റ് എന്താണ്? ഫ്ലക്സ് ആണ്. MMF ഡിവൈഡ് ബൈ ഫ്ലക്സ് എന്ന് പറയാം അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? MMF നെ നമുക്ക് NI, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറന്റ് എന്നുള്ള രീതിയിൽ NI ഡിവൈഡ് ബൈ ഫ്ലക്സ് എന്ന് പറയാം കേട്ടോ. അപ്പൊ റിലക്റ്റൻസ് ഈസ് ഈക്വൽ ടു NI ഡിവൈഡ് ബൈ ഫ്ലക്സ് അല്ലെങ്കിൽ MMF ഡിവൈഡ് ബൈ ഫ്ലക്സ് ആണ് വരുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ എന്താണ് റിലക്റ്റൻസ് എന്ന് അല്ലെ. ഇനി റെസിസ്റ്ററിന് നമ്മൾ മറ്റൊരു ഇക്വേഷനും കൂടി പഠിക്കാറുണ്ട് അല്ലെ. എന്താണ് ഇക്വേഷൻ പഠിക്കാറുള്ളത്? മറ്റൊരു ഇക്വേഷൻ നമ്മൾ ലോസ് ഓഫ് റെസിസ്റ്റൻസിലൊക്കെ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇവിടെ പറയുന്ന അതേ പ്രോപ്പർട്ടി നമുക്ക് ഇതിനകത്തും കൂടി ഉൾപ്പെടുത്താം. അതായത് R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എന്ന് പറയുമ്പോൾ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L and R is inversely proportional to area of cross section അല്ലെ. അല്ലെങ്കിൽ R is inversely proportional to area of cross section എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതേ കൺസെപ്റ്റ് ഇവിടെ നമ്മൾ റിലക്റ്റൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ റിലക്റ്റൻസ് S is equal to L by mu A അല്ലെ. S is equal to L by mu A എന്നാണ് വരാറുള്ളത് അല്ലെ. അതിലെ L എന്ന് പറയുന്നത് എന്താണ്? അവിടെയും ലെങ്ത് ആണ് കേട്ടോ. ആ ഒരു മാഗ്നറ്റിക് പാത്ത് എത്രത്തോളം ഉണ്ട് അതിന്റെ ലെങ്ത് ആണ് എടുക്കുന്നുണ്ടാവുക. അതാണ് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ഏരിയ എ ആയിട്ട് പറയാറുള്ളത്. മ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. പെർമിയബിലിറ്റി ആണ് കേട്ടോ. മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി ആണ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ റിലക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? ലെങ്ത്, ആ ഒരു മാഗ്നറ്റിക് പാത്തിന്റെ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും? അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണോ മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. ആൻഡ് റിലക്റ്റൻസ് S is equal to L by mu A എന്ന് പറയുന്നതും ആൻഡ് റിലക്റ്റൻസ് S is equal to NI by phi എന്ന് പറയുന്നു കേട്ടോ. രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. രണ്ടും ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പൊ റിലക്റ്റൻസ് S is equal to എന്താണ്? NI by phi ആണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ റിലക്റ്റൻസ് S is equal to L by mu A എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ക്ലിയർ ആണല്ലോ എന്താണ് റിലക്റ്റൻസ് എന്നുള്ളത്? ക്ലിയർ ആണല്ലോ. റിലക്റ്റൻസിന്റെ ഇക്വേഷനും ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിലക്റ്റൻസ് അടുത്ത ടേമിലേക്ക് പോവാം. അടുത്ത ടേം എന്ന് പറയുന്നത് റിലക്റ്റൻസിന് ഒപ്പോസിംഗ് ആയിട്ട് വരുന്ന ടേമാണ്. അതായത് റിലക്റ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ടേമാണ്. റിലക്റ്റൻസ് പറയുമ്പോൾ എന്താണ്? റിലക്റ്റൻസ് പറയുമ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സാധനം എന്താണ്? മാഗ്നറ്റിക് സർക്യൂട്ടിനെ പെർമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അലോ ചെയ്യുന്ന പ്രോപ്പർട്ടി ആയിരിക്കും. അതായത് ഈസി ആയിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ പറയാറുള്ളത് പെർമിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ദിസ് റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് അല്ലെ. റിലക്റ്റൻസിന് റെസിപ്രോക്കൽ ആണ് വരല്ലേ അല്ലെ. റെസിപ്രോക്കൽ ആണ് വരാറുള്ളത്. അതായത് പെർമിയൻസ് ഈസ് ഈക്വൽ ടു 1 by റിലക്റ്റൻസ്. അതായത് നമുക്ക് പറയുമ്പോൾ എന്താണ്? കണ്ടക്റ്റൻസിന് സിമിലർ ആയിട്ട് നമ്മുടെ വരുന്ന അല്ലെ കണ്ടക്റ്റൻസിന് സിമിലർ ആയിട്ട് വരുന്ന ടേമാണ് എന്ത് ചെയ്യുന്നത്? പെർമിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. പെർമിയൻസിന്റെ യൂണിറ്റ് നമുക്ക് സാധാരണ പറയാം റിലക്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ റിലക്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? ആംബിയർ ടേൺസ് പെർ വെബർ. അതായത് NI by phi അല്ല വരുന്നത്. അപ്പൊ NI എന്ന് പറയുമ്പോൾ MMF-ന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ് ആണ്. ആൻഡ് ഇവിടെ ആ ഒരു ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? വെബർ ആണ്. അപ്പൊ ആംബിയർ ടേൺസ് പെർ വെബർ ആണ് എന്ത് ചെയ്യുന്നത്? റിലക്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, റെസിപ്രോക്കൽ അല്ല വരിക. അപ്പൊ എന്താണ് വരിക? വെബർ പെർ ആംബിയർ ടേൺസ് എന്നാണ് വരാറുള്ളത്. അതിന് മറ്റായിട്ട് പറയുന്നതാണ് ഹെൻറി എന്ന് പറയാനും ഉണ്ട് കേട്ടോ. പെർമിയൻസിന്റെ യൂണിറ്റ് ആയിട്ട് ഹെൻറി പറയാറുണ്ട്. അപ്പൊ പെർമിയബിലിറ്റി പറയുമ്പോൾ അതുകൊണ്ടാണ് ഹെൻറി പെർ മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഹെൻറി പെർ മീറ്റർ എന്ന് പറയാതെ, കാരണം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓമും ആൻഡ് റെസിസ്റ്റിവിറ്റി പറയുമ്പോൾ ഓമീറ്റർ എന്നല്ല നമ്മൾ പറയാറുള്ളത്. അപ്പൊ അതനുസരിച്ച് പറയുന്നതാണ് ഇവിടെയും ഹെൻറി പെർ മീറ്റർ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് കേട്ടോ. അപ്പൊ പെർമിയൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. അതേപോലെ തന്നെ പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ആൻഡ് ഹെൻറി പെർ മീറ്റർ ആണ് പറയാറുള്ളത്. മനസ്സിലാക്കി വെക്കുക. ദെൻ അവിടെ ആ ഒരു വെബർ പെർ ആംബിയർ ടേൺസ് എന്ന് പറയുന്ന യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പെർമിയൻസിന് ഉണ്ട് കേട്ടോ. അപ്പൊ പെർമിയൻസ് എന്ന് പറയുമ്പോൾ കണ്ടക്ടൻസ് പോലെയാണ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ആ ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടല്ലോ, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇവിടെ പെർമിയൻസ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പെർമിയൻസ് വരെയുള്ള ടേംസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ടേംസും അതേപോലെ തന്നെ ഇതിന്റെ ഒരു റിലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ടേബിൾ അല്ലെങ്കിൽ ചാർട്ട് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
പഠിക്കാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസെപ്റ്റ് പഠിക്കാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേട്ടോ ഈ അനലോഗ്സ് ആയിട്ട് വരുന്ന ടേം ഏതാണെന്നുള്ളത് നമുക്ക് പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ടേംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ടേംസും കാര്യങ്ങളും പഠിച്ചു വെക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.